ഹലോ, ഞാൻ സഞ്ജയ് രാമചന്ദ്രൻ. ഞാനിവിടെ പറയുന്നത് ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിൽ പോകുമ്പോഴുണ്ടായൊരു പ്രേതാനുഭവമാണ്. കഥ കേട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനി കഥയിലേക്ക് പോകാം. എല്ലാവരും കൂടി കൊല്ലപ്പരീക്ഷ കഴിഞ്ഞ് സ്കൂൾ പൂട്ടി വേനലവധി കാലത്ത് ഞങ്ങൾ ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിൽ പോകാൻ പദ്ധതിയിട്ടു. ഞങ്ങളുടെ സ്കൂളിൽ നിന്നും ആണ് ഞങ്ങൾ യാത്ര ആരംഭിച്ചത്. ഞങ്ങളുടെ കൂടെ ലൈംഗികത്വമുള്ള ഒരു അധ്യാപിക ഉണ്ടായിരുന്നു. അവളുടെ പേര് സാവിത്രി എന്നായിരുന്നു. പരീക്ഷയിൽ വിജയിച്ചു എന്ന വാർത്ത അറിഞ്ഞതും ടീച്ചറും ഞാനുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ ഹിപ്പ് ലോക്ക് ചെയ്ത് ഉമ്മ വച്ചു. തന്നെയുമല്ല, ശ്വേതാമേനോനെ പോലെയുള്ള ടീച്ചറെ എത്ര ഉമ്മ വച്ചാലും മതിയാവില്ല. അങ്ങനെയിരിക്കെ ഞങ്ങൾ അർദ്ധരാത്രിയിൽ ആയതും കുറുക്കന്മാരുടെ ഓരിയിടൽ കേട്ടു. നത്ത്, കൂമൻ എന്നിവയുടെ കരച്ചിലും ബബാലിൻ്റെ ചെറുകടിയും കൂടാതെ കാലം കോഴിയുടെ ശബ്ദവും അടുത്തെത്തി. അങ്ങനെയിരിക്കെ ഒരു ചെലുങ്കയുടെ ശബ്ദവും അടുത്തെത്തി. എനിക്ക് പേടി വന്നത് കാരണം ഞാൻ ടീച്ചറുടെ മടിയിലിരുന്ന് എൻ്റെ ശബ്ദം പുറമേ കേൾക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ടീച്ചറുടെ കവിളിൽ ഉമ്മ വച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ അവിടെ ഒരു വെളുത്ത സ്ത്രീരൂപം കണ്ടു. ഞങ്ങൾ ടീച്ചറുടെ നഗ്നമായ കാതുകൾ ചുണ്ടു മുട്ടിച്ച് ഉമ്മ വെച്ചുകൊണ്ടിരുന്നു. ഡ്രൈവറോട് പറഞ്ഞു, എടോ, നിങ്ങളൊരു കാരണവശാലും വണ്ടി റേസ് ചെയ്യരുത്. ഞങ്ങൾ അപ്പോൾ തന്നെ യേശുദാസ് പാടിയ ദേവിയുടെ ഭക്തിഗാനങ്ങൾ വെച്ചതും ആ രൂപം കൊടുങ്കാറ്റ് പോലെ പെട്ടെന്ന് അപ്രത്യക്ഷമായി. ചെട്ടിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെത്തിയതും അവിടെ ചെന്ന് തിരുമേനിയെ കണ്ട് കാര്യം അവതരിപ്പിച്ചു. അപ്പോൾ തിരുമേനി ഞങ്ങൾക്ക് ഒരു തകിട് ചരടിന്മേൽ കോർത്ത് കെട്ടി ധരിക്കുവാൻ പറഞ്ഞു. ധരിച്ചതും പിന്നീട് ഞങ്ങൾക്കൊരു കുഴപ്പവുമുണ്ടായില്ല. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പോരുന്ന വഴിയിൽ നാട്ടുകാരോട് ചോദിച്ചറിഞ്ഞതും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അവിടെ ഒരു പെൺകുട്ടി വർഷങ്ങൾക്ക് മുമ്പ് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടത് ആ പെൺകുട്ടിയുടെ